എന്ന കേസിൽ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ച് നടത്തിയ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം അടങ്ങിയ 3-അംഗ ബെഞ്ചാണ് ആ വിധി പ്രസ്താവിച്ചത്. അതിനകത്ത് വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്, നോമിനേഷനോടൊപ്പം ഫയൽ ചെയ്യുന്ന അഫിഡവിറ്റിൽ എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്യണം, അത് ബ്ലാങ്കായി ഇടരുതെന്ന്. അങ്ങനെ ബ്ലാങ്ക് ആയിട്ടുള്ള അഫിഡവിറ്റുകൾ അത് അസാധുവാണെന്നാണ് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നോമിനേഷൻ സമയത്ത് വാഴൂർ സോമൻ നൽകിയ അഫിഡവിറ്റിൽ ഏതാണ്ട് 16ഓളം കോളം ബ്ലാങ്കായിട്ട് ഇട്ടിരിക്കുകയാണ്. അത് അതിൻ്റെ ചൂട് പിടിച്ചാണ് നമ്മൾ ഈ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തത്. അതോടൊപ്പം തന്നെ മറ്റ് പല വിധികളും ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പം ജഡ്ജ്മെൻറ്റ് കണ്ടില്ല. ജഡ്ജ്മെൻറ്റ് വരുമ്പോഴെന്താണ് കോടതി അതിനകത്ത് ഒരു തീർപ്പെടുത്തുന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. തീർച്ചയായിട്ടും ജഡ്ജ്മെൻറ്റ് പഠിച്ചതിന് ശേഷം എൻ്റെ അഭിഭാഷകനോടും അതുപോലെ തന്നെ നിയമ വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് സുപ്രീം കോടതിയിൽ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല? ഞങ്ങൾ ഉന്നയിച്ചത് ഈ നോമിനേഷൻ സ്വീകരിച്ചത് അത് ശരിയായ രീതിയിലല്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനം നടത്തിയിരുന്നു വാഴൂർ സോമൻ. ഈ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ കോളങ്ങൾ ഒഴിച്ചിടാൻ പാടില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ചട്ടം. എന്നാൽ 16ഓളം കോളങ്ങൾ ഒഴിവായിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി വിധി പകർപ്പിന്റെ കൃത്യമായി കിട്ടിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തൂ. ഈ വിധിയുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നാണ് സിറിയക് തോമസ് പറഞ്ഞത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.